ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പാലക്കാട് മണ്ഡലത്തിലെ CPM BJP ഡീൽ കഴമ്പില്ലാത്തതെന്ന് LDF സ്ഥാനാർത്ഥി NMR റസാഖ്. പാലക്കാടിനെ വികസനത്തിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്നും പ്രസ് ക്ലബിന്റെ മീറ്റ് ദ കാൻഡിഡേറ്റിൽ റസാഖ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഡീൽ വാദവുമായി NDAയും UDFും രംഗത്ത് വന്നിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ആശയദാരിദ്ര്യമാണ് ഇവരെ കൊണ്ട് ഇത് പറയിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ BJP UDF വോട്ട് വിഭജനം ഉണ്ടാവില്ല, എങ്കിലും ജനാധിപത്യ വോട്ട് ഏകീകരണം ഉണ്ടാവും. ജനാധിപത്യ വോട്ട് ഏകീകരണം LDF വിജയം ഉറപ്പാക്കും. മണ്ഡലത്തിൻ്റെ വികസനത്തിനുതകുന്ന പല പദ്ധതികളും ഉണ്ടായിട്ടില്ല. നഗരസഭയുടെ അനാസ്ഥ മൂലം ബസ് സ്റ്റാൻഡുകൾ, ടൗൺ ഹാൾ, സ്റ്റേഡിയം തുടങ്ങിയ പല പദ്ധതികളുടെയും വികസനം മുരടിച്ചു. പാതി വഴിയിൽ നിൽക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം ജനകീയ താൽപ്പര്യം മുൻനിർത്തി വികസന പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ലക്ഷ്യം. പദ്ധതി നടത്തിപ്പിനായി പല തട്ടിലുള്ള ചർച്ചകൾ നടത്തുമെന്നും റസാഖ് പറഞ്ഞു. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. തികഞ്ഞ പാലക്കാട്ടുകാരെന്ന് നോക്കി ഒരുപാട് വികസന സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും പ്രതീക്ഷകളുമായിട്ടാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായിട്ടുള്ള വികസന മുരടിപ്പ് അത് മാറ്റിയെടുക്കണമെന്നും ഒരു നവകേരള സൃഷ്ടിച്ച രണ്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ തുടർച്ചയായി വരുന്ന മൂന്നാം ഇടതുപക്ഷ സർക്കാരിലേക്ക് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ഒരു ഭരണപക്ഷ MLA നൽകണമെന്നുള്ള പാലക്കാട് ജനതയുടെ ആഗ്രഹത്തിൻ്റെ സഫലീകരണത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. നമുക്കറിയാം, കാർഷിക മേഖലയിലെ അടിസ്ഥാനത്തിലിരിക്കുന്ന കാർഷിക മേഖല പ്രധാന വരുമാനമായിരിക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. അതിന് പ്രത്യേകിച്ച് ഈ പാലക്കാട് താലൂക്കും അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് കിടക്കുന്ന ആലത്തൂർ, ചിറ്റൂർ ഈ താലൂക്കുകളൊക്കെ പ്രധാനമായി കാർഷിക കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഭാഗത്തെ ഏറ്റവും നൂതനമായ നിലവാരമുള്ള പല സ്ഥാപനങ്ങളും വരാത്തതിൻ്റെ ഒരുപാട് ദോഷങ്ങൾ നമുക്ക് നിലവിലുണ്ട്. അതൊക്കെ കൊണ്ടുവരാനും അതൊക്കെ അവിടെ സ്ഥായിയായി നിലനിർത്താനുമുള്ള പരിശ്രമം അല്ലെങ്കിൽ അതിൻ്റെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെയാണ് ഒരു MLA ആകുകയാണെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അപ്പോൾ നിലവിൽ കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിൽ നടന്നു വരുന്ന വികസനം എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ ഇടതുപക്ഷ സർക്കാർ, ദേശീയപാത വികസനം, നമ്മളൊക്കെ 10 കൊല്ലം മുമ്പ് ദേശീയപാത വികസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്ത് ദൃഢനിശ്ചയത്തോടുകൂടി അത് നടപ്പാക്കിയ പിണറായി സർക്കാർ, ഇന്ത്യയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ വളരെ വിജയകരമായി നടപ്പാക്കിയ സർക്കാർ, വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് സമയബന്ധിതമായി തന്നെ പുനരധിവാസം പൂർത്തീകരിച്ച സർക്കാർ, രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ നടപ്പാക്കിയ സർക്കാർ, ഒരു കിഫ്ബി വഴി കൊണ്ട് 8 വർഷം കിഫ്ബി വഴി 1,10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ, അടിസ്ഥാന വികസനം നടത്തിയ സർക്കാർ. അങ്ങനെ അനേകം വികസന നേട്ടങ്ങളിലുള്ള ഒരു സർക്കാരിൻ്റെ പിന്തുടർച്ച നമുക്കുണ്ടാവേണ്ടത് ആവശ്യകത. അതിലേക്കായിട്ടുള്ള പാലക്കാടിൻ്റെ സംഭാവന, ഇവിടുന്ന് ഒരു ഭരണപക്ഷ MLA അതിനോടൊപ്പം ചേരുകയാണെങ്കിൽ പാലക്കാടിനുണ്ടാകുന്ന വികസനം, അതൊക്കെയാണ് നമുക്ക്. പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീനീഷ്, പ്രസിഡന്റ് നോബിൾ ജോസ് എന്നിവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.